ഇന്ന് അംബേദ്കർ ജയന്തിയാണ്. അംബേദ്കർ ജനിച്ച് 135 വർഷമായിട്ടും മരിച്ച് 70 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ജാതിയുടെ പേരിൽ പ്രബുദ്ധമെന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഒരു കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞു പോയതിനെ അനുസ്മരിക്കേണ്ടി വരുന്ന ഗതികേട് നമ്മുടെ മുമ്പിൽ നിൽക്കുക. അതിന് കാരണക്കാരായ ആളുകൾക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റും അന്വേഷണ സംവിധാനങ്ങളും തയ്യാറാവണമെന്ന് KPCCക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. സമാനമായ ഇൻസ്റ്റിറ്റ്യൂഷണൽ കില്ലിംഗ് പലതും ക്യാമ്പസുകളിൽ നടക്കുമ്പോഴും അത്തരം വാർത്തകൾ വരുമ്പോൾ, വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന അന്വേഷണ ചൂട് പല കാര്യങ്ങളിലും ഇല്ലാതാവും. കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ അമ്മ പോലും യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പരാതി പറയുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ ആരെങ്കിലും മരിക്കുമ്പോൾ മാത്രം, ജീവൻ പൊലിയുമ്പോൾ മാത്രം കാണിക്കുന്ന തിടുക്കവും അന്വേഷണ ചൂടും പിന്നീട് ഇല്ലാതായി പോകുന്നതിൻ്റെ ഭാഗമായി ഇപ്പോഴും ക്യാമ്പസുകളിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകളുമായ ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമാവുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതും നീതീകരിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒന്നാണ്. ഈ അംബേദ്കർ ജയന്തി ദിനത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വരുന്നത് തന്നെ നമ്മുടെ പരാജയമാണ്. അന്വേഷണ സംവിധാനങ്ങൾ അതിശക്തമായി ഇടപെട്ട് മാതൃകാപരമായ നടപടികളിലേക്ക്, ഒരു ക്യാമ്പസിൽ ഇനി ഒരു കുട്ടിക്ക് അത്തരമൊരു ദുരനുഭവം നേരിടേണ്ടി വരാത്ത രീതിയിലേക്കുള്ള നടപടികളിലേക്ക് കിടക്കുന്നു. അവരുടെ രക്ഷിതാക്കളുടെ വിലാപം അത് കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് അന്വേഷണ സംവിധാനങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇന്ന് സംതൃപ്തിയോടും അഭിമാനത്തോടും കൂടിയാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, ഒരു UDF പ്രവർത്തകൻ എന്നുള്ള നിലക്ക് മാധ്യമങ്ങളെ കാണുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകർ, കേരളത്തിന്റെ പൊതുസമൂഹവും അവര് ഈ സർക്കാരിന് ഒരു നോക്കൌട്ട് പഞ്ച് നൽകിയിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. സർക്കാരിന് കേരളത്തിലെ ജനങ്ങൾ എക്സിറ്റ് അടിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന്, ഫീൽഡിൽ നിന്ന് കൃത്യമായി പല ജില്ലകളിലും യാത്ര ചെയ്തപ്പോൾ, പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും പോയപ്പോൾ മനസ്സിലാക്കിയ ഒരാളെന്നുള്ള നിലക്ക് ഈ ഗവൺമെന്റിനുള്ള നോക്കൌട്ട് പഞ്ച് ഏപ്രിൽ 9 ജനങ്ങൾ നൽകിയിരിക്കുന്നു. മെയ് 4 അതാണ് കേരളം അറിയാൻ പോകുന്നത്, വായിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിന് സംശയം വേണം. സാധാരണ ഭരണവിരുദ്ധ വികാരം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഇത്തവണ ഫീൽഡിൽ ഭരണമാറ്റ വികാരമാണ് അതിശക്തമായി ആഞ്ഞു വീശിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കവലയിലെ 9 ഹോർഡിങ്സിൽ 8ലും ഒരേ മുഖം വെച്ചപ്പോൾ ഈ ഭരണം മാറിയേ തീരൂ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം തീരുമാനിച്ചു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് ജയത്തെ ഒരു കമ്പാർട്ട്മെന്റിലുമാക്കാൻ CPM-നോ LDF-നോ കഴിയില്ല. ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ട ആളുകളോ ഒരു മതത്തിൽപ്പെട്ട ആളുകളോ വോട്ട് ചെയ്തിട്ടുണ്ടാവുന്ന വിജയമല്ല UDF-ന് ഉണ്ടാവാൻ പോകുന്നത്. കേരളം ഒന്നടങ്കം വോട്ട് ചെയ്തിട്ട് 14 ജില്ലകളിലും ഉണ്ടാവുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വിജയം UDF കൈവരിക്കാൻ പോകുന്നത്, കേരളത്തിലെ ജനങ്ങൾ ജയിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. UDF-ന്റെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ എറണാകുളത്തും മലപ്പുറത്തും അല്ലെങ്കിൽ പത്തനംതിട്ടയിലും വയനാടിലും ഇടുക്കിയിലേക്കും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വേവുമായിരിക്കില്ല. ഇത് കേരളമെമ്പാടും ആഞ്ഞു വീശും. ഞാനൊരു കാര്യം പറയാം. എത്രയോ വർഷമായിട്ട് കോൺഗ്രസിന് ഒരു MLA ഇല്ലാത്ത ജില്ലയാണ് കോഴിക്കോട് ജില്ല. ഇത്തവണത്തെ ഭരണമാറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു ജില്ല കോഴിക്കോടായിരിക്കും. അതുപോലെ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി UDF-ന് തെരഞ്ഞെടുപ്പുകളിൽ ഒരിക്കലും മേൽക്കൈ വരാത്ത ജില്ലയാണ് കൊല്ലം. കൊല്ലം ജില്ലയിലെ റിസൾട്ട് നിങ്ങൾ എടുത്ത് നോക്കിക്കോ. UDF-ന് തിരിച്ചുവരവിന് ഏറ്റവും കരുത്തു പകരുന്ന റിസൾട്ട് കൊല്ലത്തുണ്ടാവും. തൃശ്ശൂരും തിരുവനന്തപുരം പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ UDF-ന് അനുകൂലമായി പ്രഡിക്ട് ചെയ്തിരുന്ന സീറ്റുകളുടെ എണ്ണം എത്രയായിരുന്നു? 1 2 എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു. ആ പിക്ചറിൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവാണ്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് അംഗങ്ങളും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ പരാജയം രുചിക്കാൻ പോവുകയാണ്, ഭൂരിഭാഗം ആളുകൾ. മാത്രമല്ല, ഇനി ആരെങ്കിലും ജയിക്കുന്നുണ്ടെങ്കിൽ അതുപോലും
വലിയ വിജയങ്ങളായിരിക്കാനുള്ള, അത്രയും പാർട്ടി സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കുന്നവർ പോലും വലിയ വിജയങ്ങളായിരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുമില്ല. ആ തരത്തിൽ ജനങ്ങൾ ഈ സർക്കാരിനും സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കും എതിരായി. നിങ്ങൾ പ്രചരണ കാലം തന്നെ എടുക്കുക. എത്ര മന്ത്രിമാർ മറ്റു മണ്ഡലങ്ങളിൽ സജീവമായി പ്രചരണത്തിനുണ്ടായിരുന്നു? മന്ത്രിമാർക്ക് അവരവരുടെ മണ്ഡലങ്ങളിലെ ആത്മവിശ്വാസക്കുറവ് തന്നെ അവരെ കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാൻ കാരണമായി മാറി. 2 മന്ത്രിമാരെ സ്വന്തം മണ്ഡലത്തേക്ക് വിളിച്ചു വരുത്താൻ ബാക്കി സ്ഥാനാർത്ഥികളും വലിയ ആവേശമൊന്നും കാണിക്കുന്നത് നമ്മൾ കണ്ടില്ല. കാരണം അങ്ങനെ വന്നാൽ ഇവർക്കെതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസി അത് തങ്ങളെ കൂടെ ബാധിക്കുമോ എന്ന് ഭയപ്പെടുന്ന സ്ഥാനാർത്ഥി അവസ്ഥ. അതാണ് യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് അവസാനം ജനങ്ങളുടെ മുമ്പിൽ വെച്ച ചിത്രം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് വലിയ ഒരു അനിവാര്യതയായി കാണുന്ന CPM പ്രവർത്തകർ പോലും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നു CPMന്റെ സാധാരണ പ്രവർത്തകർ, ഇടതുപക്ഷമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ, നല്ല സഖാക്കൾ എന്ന് കരുതുന്ന ആളുകൾ, അവർ പാർട്ടിയുടെ പരാജയത്തിൽ സന്തോഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. രക്തസാക്ഷി കുടുംബങ്ങൾ പോലും ഈ ഗവൺമെന്റിന്റെ പരാജയത്തിൽ സന്തോഷിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. അത്രയും എതിർപ്പ് അവരിൽ പോലും പ്രകടമായത് പല മണ്ഡലങ്ങളിലും യാത്ര ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേരളം തോൽപ്പിക്കാൻ പോകുന്നത് LDFനെ അല്ലെങ്കിൽ CPMനെ മാത്രമായിരിക്കില്ല. തരാതരം SDPIയുമായും BJPയുമായും 2 പേരോടും തരാതരം നോക്കി കൂട്ടുകൂടാൻ മടിയില്ലാത്ത തരത്തിൽ പാർട്ടിയുടെ നയങ്ങളെ മാറ്റിയതിനെതിരായിട്ടുള്ള പ്രതിഷേധം സാധാരണ സഖാക്കൾക്കുണ്ട്, രക്തസാക്ഷി കുടുംബങ്ങൾക്കുണ്ട്. BJPയുടെ അടുത്ത് പിന്തുണ വാങ്ങേണ്ടടുത്ത് അവരെടുത്തും SDPയുടെ അടുത്ത് വാങ്ങേണ്ടടുത്ത് അവരെടുത്തും 2നും മടിയില്ലാത്തവരായി ഈ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്ന നേതൃത്വം മാറി എന്ന് വിലയിരുത്തൽ പാർട്ടി അംഗങ്ങളിലുണ്ട്. അവർക്ക് വലിയ മുറുമുറുപ്പ് അക്കാര്യത്തിലുണ്ട്. കുഞ്ഞികൃഷ്ണനെ പോലുള്ള ആളുകൾ നേതൃത്വത്തെ പ്രവർത്തകർ തിരുത്തുന്ന ഒരു കാലത്തെ പുസ്തകത്തിലൂടെ പറഞ്ഞതുപോലെ അങ്ങനെ പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾ വോട്ടിലൂടെ ആ തിരുത്തൽ ശക്തിയായി മാറിയതും ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. ഈ ജനാധിപത്യ ഉത്സവത്തിൽ പാർട്ടിക്ക് വേണ്ടി ചോര നീരാക്കി അധ്വാനിച്ച, മുന്നണിക്ക് വേണ്ടി ചോര നീരാക്കി അധ്വാനിച്ച പാർട്ടി പ്രവർത്തകർ, UDF പ്രവർത്തകർ, നവമാധ്യമങ്ങളിൽ വളരെ സജീവമായി വ്യക്തിയാധിക്ഷേപത്തെയും വർഗീയമായ ചേരിതിരിഞ്ഞുള്ള പ്രചരണങ്ങളെല്ലാം അതിജീവിച്ച് കേരളത്തിന് വേണ്ടി, കേരളം ജയിക്കാൻ വേണ്ടി പ്രചരണം നടത്തിയ ആളുകൾ, മത്സരിച്ച സ്ഥാനാർത്ഥികൾ, അവരെ ജയിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത പാർട്ടി റാങ്ക് ആൻഡ് ഫയൽ, എല്ലാത്തിനും കൂട്ടായ നേതൃത്വമായി നിന്ന പാർട്ടി ലീഡർഷിപ്പ്, എല്ലാവരെയും ചേർത്ത് ഞാൻ പറയുന്നു, പാർട്ടി മുന്നണി ലീഡർഷിപ്പ്, അപസ്വരങ്ങളില്ലാതെ പാർട്ടിയെ നയിച്ചവർ, എല്ലാത്തിലും ഉപരി കേരളത്തിന്റെ അനിവാര്യതയെ തിരിച്ചറിഞ്ഞ് ഞങ്ങളെ ഒപ്പം നിന്ന് സഹായിച്ച കേരളത്തിലെ ജനങ്ങൾ എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഭരണവിരുദ്ധ വികാരമല്ല, ഭരണമാറ്റ വികാരമാണ് ഉണ്ടായതെന്നുള്ളതാണ്. അതായത് 10 വർഷം നിന്ന ഒരു സർക്കാർ മാറട്ടെ എന്നുള്ള തോന്നലിലാണോ ഈ നിങ്ങൾക്ക് ഗുണകരമാകാൻ പോകുന്നത്? ഭരണവിരുദ്ധ വികാരത്തിന്റെയും മേലെയാണ് ഭരണമാറ്റ വികാരം. ചെറിയൊരു എതിർപ്പ് മാത്രമല്ല, ഇനി ഇവരെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ ആഞ്ഞു വീശിയ ഒരു വികാരമാണ്. ഒരു നിമിഷം ഇനി തുടരാൻ അനുവദിച്ചുകൂടാ എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഭരണത്തോടൊരു എതിർപ്പ് രേഖപ്പെടുത്തുക എന്നുള്ളതിൽ അവസാനിച്ചില്ല, മാറിയേ തീരൂ എന്നുള്ള തരത്തിൽ ജനങ്ങൾ ചിന്തിച്ചു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന് ഫീൽഡിൽ പോകുമ്പോൾ മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും അതുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇപ്പം കുഞ്ഞികൃഷ്ണനെ പോലെ ആളുകൾ അവർ ധൈര്യത്തോടെ രംഗത്ത് വന്നു. അങ്ങനെ രംഗത്ത് വരാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പേടിച്ചിട്ട് ചെയ്യാത്ത ആളുകളും അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. പാർട്ടി കേഡർ വോട്ടുകൾ പാർട്ടിക്ക് ഇത്രത്തോളം നഷ്ടപ്പെടുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല CPMനെ സംബന്ധിച്ചിടത്തോളം. 2, ഈ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവർ പരാജയപ്പെടണമെന്ന് പാർട്ടിയെ സ്നേഹിക്കുന്നവർ ആഗ്രഹിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത്. വലിയ മാറ്റം അവരുടെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ 10-60 മണ്ഡലങ്ങളിലേക്ക് എങ്ങനെയാണ് അത് പാർട്ടിയാണ് തീരുമാനിച്ചാണോ ഓരോരോ സ്ഥാനാർത്ഥികളുടെ ആവശ്യത്വം പോയതാണോ? കുറച്ചു മുമ്പ് പ്രവീൺ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായി ഷാഫി മാറിയെന്നാണ്. അല്ലല്ല, ഇതില് ഈ തെരഞ്ഞെടുപ്പിന്റെ താരപ്രചാരകർ ജനങ്ങൾ തന്നെയായിരുന്നു. ജനങ്ങളായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. അവരായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിന്നത്. അവരായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് സെറ്റ് ചെയ്തത്.
ആ ജനങ്ങൾക്കൊപ്പം ഓടിയെത്തുക എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ആദ്യം വിചാരിച്ചത് പിന്നെ കോഴിക്കോടും പാലക്കാടും ഒക്കെ ആയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. പക്ഷേ പിന്നെ ദീപാദാസ് മുൻഷിയും KC ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിലെ എല്ലായിടങ്ങളിലും ഓടാൻ ആവശ്യപ്പെടുകയും പാർട്ടി പറയുന്ന സ്ഥലങ്ങളിൽ പോവുക. ഇതിപ്പോൾ ഞാൻ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരുടെ അടുത്ത് നോക്കിക്കും. എല്ലാ നേതാക്കന്മാരും, ഞാൻ മത്സരിക്കാത്തതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ സമയം കിട്ടി, മത്സരിക്കുന്നവർ പോലും പലയിടങ്ങളിലും ഓടിയെത്തിയത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇത് വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ പറയും, ജയിക്കാൻ നമ്മൾ നടത്തുന്ന എഫേർട്ടിനേക്കാൾ സംതൃപ്തി ജയിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ടിനുണ്ട്. അങ്ങനെ നിർദ്ദേശം പാർട്ടി തന്നെയാണ് തന്നത്. പാർട്ടിയിൽ എല്ലാവരും അത്തരം റോളുകൾ ഭംഗിയായി വഹിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു കളക്റ്റീവ് എഫേർട്ടായിരുന്നു. ഇപ്പോഴത്തെ KPC മാത്രമല്ല, ഇപ്പോൾ സുധാകരേട്ടൻ്റെ സമയത്ത് തുടങ്ങിയ വർക്കുകൾ, മിഷൻ 25-ഉം 26-ഉം വയനാട്ടിലെ ക്യാമ്പും അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അദ്ദേഹം KPC പ്രസിഡന്റ് ആയപ്പോൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. പ്രതിപക്ഷ നേതാവ് 2021 മുതൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ പാർട്ടിയുടെയും മുന്നണിയുടെയും വിജയത്തിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട്, നിയമസഭക്കകത്തും പുറത്തും നടത്തുന്ന ഫൈറ്റ്, അത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ യാത്ര ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോള് ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ലേ. KPC പ്രസിഡന്റ് ഒരു സിറ്റിംഗ് സീറ്റ് LDFിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഫൈറ്റ് ഉൾപ്പെടെ, ലോക്കൽ ബോഡിയിലെ മികച്ച വിജയം ഉൾപ്പെടെ അത്തരം കാര്യങ്ങളിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വം, ടീമായി KPCCയെ വർക്ക് ചെയ്യാൻ നടത്തിയ പ്രേരണ, ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം കേരളത്തിൽ ഉടനീളം നടത്തിയ യാത്രകൾ, ഗവൺമെന്റിനെതിരായി പറഞ്ഞ കാര്യങ്ങൾ, ജനങ്ങൾക്കൊപ്പം നിന്ന് നടത്തിയ പോരാട്ടങ്ങൾ, ശശി തരൂരിനെയും K മുരളീധരനെയും മുല്ലപ്പള്ളി രാമേന്ദ്രനെയും MS പോലുള്ള എല്ലാ സീനിയർ ലീഡേഴ്സും, മത്സരിക്കുന്നവരും മത്സരിക്കാത്തവരും, അവരെല്ലാവരും ഇതിനകത്തെടുത്തൊരു എഫേർട്ട്, ഹൈക്കമാൻഡ് ദീപാദാസ് മുൻഷി ഇവിടെ ചുമതല എന്നുള്ള നിലക്ക് അവർ നടത്തിയൊരു അധ്വാനം, ഫുൾ ടൈം ഒരു കേരളൈറ്റിനെ പോലെ അവരിവിടെ നടത്തി, അവരുടെ കൂടെയുള്ള ടീം, ACC ടീം, ശ്രീ KC വേണുഗോപാൽ, ഒരു കാലത്തും കേരളത്തിലൊരു ഇലക്ഷൻ സിസ്റ്റത്തിന് കിട്ടാത്ത സപ്പോർട്ട് ഹൈക്കമാൻഡിൽ നിന്ന് കേരളത്തിന് കിട്ടുന്നതിന് കാരണക്കാരായി മാറി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, SIR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോഴല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും SIR ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹം കേരളത്തിലെ പാർട്ടി മുന്നണി ജയിച്ചു വരണം എന്നുള്ള നിലക്ക് അദ്ദേഹം നടത്തിയ ഇടപെടൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം വരെയും പിന്നെ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, രാഹുൽജിയും പ്രിയങ്കാജിയും നടത്തിയ ക്യാമ്പയിൻ, മറ്റു മുഖ്യമന്ത്രിമാർ വരെ ഈ സ്റ്റേറ്റിൽ. അപ്പം കേരളത്തിന്റെ ഇത്തവണത്തെ, രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാചകം, കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്ന മാറ്റം അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ UDFന് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതിന് പിന്നെ കാർഗേജി ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പ് ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാധാരണ പ്രവർത്തകൻ, ഇതൊന്നും അല്ലാത്തൊരു പദവിയിലുമില്ലാതെ കേരളം ജയിക്കണം, UDF നയിക്കണമെന്ന് ആഗ്രഹിച്ച് പൊരുതിയ സാധാരണ പ്രവർത്തകൻ, നവമാധ്യമങ്ങളിൽ ഒരു അനുകൂല പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും വളഞ്ഞിട്ട് ആക്രമിക്കുമെന്ന് അറിഞ്ഞിട്ടും യാഥാർത്ഥ്യങ്ങളെ ഉറക്കെ വിളിച്ചു പറഞ്ഞ സൈബർ ഇടങ്ങളിലെ സാധാരണക്കാർ, എല്ലാത്തിലും ഉപരി ജനങ്ങൾ. ഞാൻ പറയുന്നത് ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. പിന്നെ ഇതിന്റെ ക്രെഡിറ്റ് എല്ലാവർക്കുമാണ് ഇതിന്റെ ക്രെഡിറ്റ്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ അർഹിക്കുന്നതാണ്, അത് ചെയ്തു കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഞങ്ങളുടെ. ഏതാ അല്ല, അപ്പം ഒരു കാര്യം നമ്മളെല്ലാവരും തത്വത്തിൽ അംഗീകരിക്കുകയാണ്, അടുത്ത മുഖ്യമന്ത്രി UDFന്റെയാണ്, കോൺഗ്രസിന്റെയാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത് നമ്മൾ തത്വത്തിൽ അംഗീകരിക്കുന്നു. 2, അതാരാണെന്ന് ഈ പത്രസമ്മേളനം നടത്തുന്ന ഞാനോ പത്രസമ്മേളനത്തിൽ ഇരിക്കുന്ന പിന്നെ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോ നമ്മുടെ ആരുടെയും തീരുമാനങ്ങളിലോ കമന്റുകളിലോ വരേണ്ടതോ വരുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ആ സമയത്ത് പാർട്ടിയുടെ രീതി അനുസരിച്ച് പാർട്ടി എടുക്കുന്ന തീരുമാനം അതെല്ലാവർക്കും ബാധകമാകും. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളതല്ലാതെ അതാരാവുമെന്ന് ഊഹിക്കാനോ ഊഹിച്ച് ചർച്ച നടത്താനോ ചർച്ചയുടെ ഭാഗമാവാനോ പങ്കാളികളാവാനോ നമ്മൾ ആരും ശ്രമിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഒരുപക്ഷെ മുന്നനുഭവങ്ങൾ വെച്ചുകൂടിയായിരിക്കാം കോൺഗ്രസിലെ തർക്കങ്ങൾ വരുമ്പോൾ പറയും ജനാധിപത്യ പാർട്ടിയായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണെന്ന് പറയും. എന്തായാലും ഒരു കാര്യം ഷാഫിക്ക് പറയാൻ പറ്റും, ഈ ഇലക്ഷന് ശേഷം ജനത്തിന്റെ ഒരു മാൻഡേറ്റ് കിട്ടുന്നത് UDFനാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചൊരു തർക്കം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് പറയാൻ പറ്റും. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഒരു തർക്കവും ഇല്ലാതെ ഒരു ഏകശിലാ വിഗ്രഹം ഇതിനെല്ലാം അടക്കി ഭരിച്ച് മറിച്ചൊരു അഭിപ്രായമോ വേറൊരു ഒപ്പീനിയനോ വരാൻ പാടില്ലാത്ത
ഇരുമ്പ് മറകളെ സൃഷ്ടിച്ചതിന്റെ പരാജയം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM ഉണ്ടാവാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു കവലയിലെ 8 ഹോർഡിങ്സിൽ 7ലും ഒരു മുഖം വന്നപ്പോ ഞാൻ ഈ നോക്കൌട്ട് പഞ്ചിന് ജനങ്ങൾക്ക് കരുത്തായത് അതും കൂടിയാണെന്ന് ഞാൻ പറയും. എല്ലാവരും വിചാരിക്കുന്നത് അത് CPMന്റെ പ്രചരണ ബോർഡുകളാണെന്ന്. പക്ഷെ ഞങ്ങളിപ്പോൾ റീഡ് ചെയ്യുന്നത് അത് അവരുടെ പരാജയത്തിനും കൂടെ കാരണമായിട്ടുള്ള ഞങ്ങളെ കൂടെ സഹായിച്ച പ്രചരണ ബോർഡുകളാണ്. ഞാനല്ലാതെ മറ്റാരുമില്ല, ഞങ്ങളല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതൊക്കെ വെല്ലുവിളികൾ. അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ചേർന്നതല്ല. നിങ്ങൾ കോൺഗ്രസിനെ ഈ പറയുന്ന അഭിപ്രായങ്ങളുടെ പേരിൽ ജഡ്ജ് ചെയ്തിട്ട് അതെന്തോ ഒരു ദൗർബല്യമായിട്ട് അതിനെ കാണരുത്. അഭിപ്രായങ്ങൾ പറയാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അവസാനം പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കാനും എല്ലാവരും കൂടെ ശ്രമിക്കുന്ന, എല്ലാവരും കൂടെ തയ്യാറാവുന്ന ഒരു സിസ്റ്റം, ഒരു ജനാധിപത്യ സംവിധാനം, അതത്ര ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ഒരാൾ കടലാസിൽ എഴുതി കൊണ്ടുവരുന്ന മന്ത്രിസഭയായിരിക്കില്ല, ഒരാൾ സ്വയം എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കില്ല, പാർട്ടി കൺസൾട്ട് ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും. ആ തീരുമാനം എല്ലാവർക്കും ബാധകമായിരിക്കും. അതുൾപ്പെടെ പാർട്ടി തന്നെയാണല്ലോ തീരുമാനിക്കുക. പാർട്ടി തീരുമാനം എടുക്കും, ആ തീരുമാനം എല്ലാവർക്കും ബാധകമായിരിക്കും. പാർട്ടി തീരുമാനിക്കും. വാക്കുപയോഗിച്ചതിന് നന്ദി. UDFന്റെ മെറിറ്റ് കേരളം അനിവാര്യമായി ആഗ്രഹിക്കുന്ന മാറ്റങ്ങളിലേക്കാണ്. ഞങ്ങളൊരു ഭരണം മാറ്റിത്തരൂന്ന് മാത്രം പറഞ്ഞിട്ടല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മാറിയാൽ എന്ത് എന്നുള്ളത് കൂടെ ജനങ്ങളോട് പറയാൻ സാധിച്ചു. അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ജനങ്ങളോട് കൃത്യമായി ഗ്യാരണ്ടിയായി ജനങ്ങളുടെ മുമ്പിൽ അനൗൺസ് ചെയ്യാൻ സാധിച്ചു. ഓരോ മേഖലയിലും ഉണ്ടാവേണ്ട മാറ്റങ്ങളെ പഠിച്ചു പറഞ്ഞു, അവരുമായി കൺസൾട്ട് ചെയ്തു. ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പം മലയോര മേഖല, തീരദേശ മേഖല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല, ഇപ്പൊ കേരളം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ കൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ മെറിറ്റ് തന്നെയാണ്. രണ്ട് സൂചിപ്പിച്ചതുപോലെ ഈ ധിക്കാരം ധാർഷ്ട്യമൊന്നും ഇനി വെച്ചു പുലർത്താൻ കഴിയില്ല. ഇപ്പൊ ശബരിമലയിൽ പോലും ഇത്ര വലിയ അഴിമതി നടത്തിയിട്ട് ആ പാർട്ടിക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കേണ്ടതില്ല എന്ന് തോന്നുന്ന തരത്തിൽ ഒരു പാർട്ടിയുടെ ധിക്കാരം മാറിയപ്പോൾ, ധാർഷ്ട്യം മാറിയപ്പോൾ അതിനിഞ്ഞ് വെച്ചു പൊറുപ്പിക്കേണ്ടതില്ലെന്ന് ജനങ്ങളും തീരുമാനിച്ചു. മൂന്ന്, ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ കൂട്ടുകെട്ടുകൾ, ഒരു കാലത്തുമില്ലാത്ത ക്ലാരിറ്റി കുറവ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് CPM നേരിട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ. മറ്റേത് കുറെയൊക്കെ രഹസ്യമാക്കി വെക്കാനോ അല്ലെങ്കിൽ ഒരു മറ ഉപയോഗിക്കാനോ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇതെല്ലാം മറകളും പൊളിഞ്ഞു പോയി. BJPയുമായും SDPയും ഒക്കെ കൂട്ടുകൂടാൻ ഒരു മടിയില്ലാതെ SDPI പിന്തുണയൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്ന് സ്ഥാനാർത്ഥികൾ, വർഗീയതയ്ക്കെതിരെ മത്സരിച്ച് ജയിച്ചു എന്ന് അവകാശപ്പെടുന്ന മന്ത്രി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ അവര് തന്നെ പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഭരണത്തിന് അഡിക്റ്റ് ആയതുപോലെയാണ് ഈ ഭരണ നേതൃത്വം പെരുമാറിയത്. ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ എത്തപ്പെട്ടതുപോലെ എവിടുത്തെ പിന്തുണ കിട്ടിയിട്ടാണെങ്കിലും ശരി ഒന്നും കൂടെ ഭരിച്ചേ തീരൂ എന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെയാണ് അവരുടെ ഭരണ നേതൃത്വം പെരുമാറിയത്. അത് അംഗീകരിക്കുന്നവരല്ല പാർട്ടിക്കാരും ഇടതുപക്ഷം എന്ന് സ്വയം വിളിക്കുന്ന മുഴുവൻ ആളുകളും. രാഹുൽ ഗാന്ധി പ്രചരണത്തിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു, കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹമുണ്ട്. UDF അധികാരത്തിൽ താങ്കൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജയിച്ചു വരുന്ന ഏതെങ്കിലും വനിതയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി തീരുമാനിക്കുമോ എന്ന് താല്പര്യം? അത് ഞാൻ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. ഇപ്പം ഇന്ന ആള് മുഖ്യമന്ത്രിയാവും, അദ്ദേഹം അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. അതിപ്പം പല മീറ്റിങ്ങുകളും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ സ്ട്രെങ്ത്, അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയണ്ടായി. അതൊരു കോൺഗ്രസിന്റെ ഒരു കാഴ്ചപ്പാട്, ഒരു വിഷൻ മുന്നോട്ട് വെച്ചതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് യാഥാർത്ഥ്യമാക്കാൻ താല്പര്യപ്പെടുന്ന ഒരു നേതൃത്വമാണ് രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ. അത് നടക്കേണ്ടതും നടക്കാവുന്നതുമായിട്ടുള്ള കാര്യമാണ്. ഈ ഇലക്ഷനിൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതും പറയാൻ ഞാൻ ഇൻകോമ്പിറ്റന്റ് ആണ്. ജയിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതിനപ്പുറത്തേക്കുള്ള സാഹചര്യങ്ങൾ പാർട്ടിയുടെ ഡിസ്കഷനിലൂടെയും ഡിസിഷനിലൂടെയും വരേണ്ട കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ നോക്കിയാൽ പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും ഒരു സമുദായത്തിന്റെ കളർ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്ന തരത്തിൽ വന്നു. അത് പേരാവളിയെ കുറിച്ച് പ്രകടമായിട്ട് വന്നു. ഒരു അനൗൺസ്മെന്റ് വരുന്നു, അത് LDFന്റെ അനൗൺസ്മെന്റ് ആയിട്ട് വരുന്നു, അത് അവരുടെ നിലെന്ന് അവർ പറയുന്നു. UDFന്റെ പരാതി LDF തിരിച്ചു വരാൻ. അങ്ങനെ ഈ
ഒപ്പം തന്നെ ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചാരണത്തെ ചൊല്ലിയും CPM-മായി ബന്ധപ്പെട്ട ആളുകളും പല ആളുകളും പലതരത്തിലുള്ള നരേറ്റീവ്സ് സൃഷ്ടിക്കുന്നു. രാഷ്ട്രീയം ഒരു സമുദായ കളർ കൊടുക്കാൻ ശ്രമിക്കുന്നത് കാണുന്നുണ്ടാവില്ല. എന്താ പറയുന്നത്? ഞാൻ KSU കൊടി പിടിച്ച് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കൺമുന്നിലൂടെ തന്നെയാണ് ഞാൻ പൊതുപ്രവർത്തനം നടത്തിയത്. ഞാൻ ഇവിടെ ക്രാഷ് ലാൻഡ് ചെയ്തിട്ടുള്ള ഒരാളല്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവിടെ ക്രാഷ് ലാൻഡ് ചെയ്തിട്ടുള്ള ഒരാളല്ല. ഞാൻ 2002 മുതൽ ഇപ്പം ഏതാണ്ട് 24 വർഷത്തോളമായിട്ട് KSU പ്രവർത്തനം തൊട്ട് തുടങ്ങി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അർഹിക്കുന്ന ആളുകൾക്കും അർഹിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ പറയുന്ന പ്രചരണങ്ങൾ അത് എന്നെ സംബന്ധിച്ച് നടത്തുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹവും തിരിച്ചറിയും. ഞാൻ ഈ പത്രസമ്മേളനത്തിൽ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, UDF ജയിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ജാതിയുടെ പേരിലോ ഒരു മതത്തിൻ്റെ പേരിലോ ഏതെങ്കിലും കമ്പാർട്ട്മെൻറ്റുകളുടെ പേരിലോ ആയിരിക്കില്ല. കേരളം ഒന്നടങ്കം പിന്തുണക്കുന്നതിൻ്റെ പേരിലായിരിക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വരാൻ പോകുന്നത്. അതിൻ്റെ തിളക്കം കുറക്കാനോ ആ ജനങ്ങളുടെ പിന്തുണയെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ ട്രെൻഡുകളിലേക്ക് ഒതുക്കാനോ ശ്രമിക്കുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിഭാഗീയതയുടെ വക്താക്കൾ. അതിൽ ഒരു കാലത്തുമില്ലാത്ത വിധത്തിൽ CPM എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അതിനും കൂടെ എതിരായിട്ടായിരിക്കും ഈ ജനവിധി വരുന്നത്. എല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്തിട്ടായിരിക്കും UDF ജയിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്യുമ്പോൾ ജയിക്കുന്നത് UDF മാത്രമായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എല്ലാ വോട്ടുകളുടെയും ജനങ്ങളുടെ ഏകീകരണം സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ വോട്ടർമാർക്കിടയിലെ ജനങ്ങളുടെ ഏകീകരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാ ജില്ലയും പരിശോധിക്കുമ്പോൾ റിസൾട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. എല്ലാ ജില്ലകളിലും എല്ലാ വിഭാഗങ്ങളിലും പൊതുസമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിൽക്കുന്ന എല്ലാവരെയും അവരുടെ ആസ്പിറേഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ UDFന് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് CPM ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ പേരാമ്പ്രയിൽ ഞങ്ങളുടേതല്ല എന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, ഒരാളുടെ ടങ് സ്ലിപ്പ് അല്ല, പ്രസംഗത്തിൽ പറഞ്ഞു പോയൊരു വാചകമല്ല, ഒരു മാറ്റർ എഴുതി തയ്യാറാക്കി ആ മാറ്ററിന് ശബ്ദം കൊടുക്കേണ്ടത് ആരെന്ന് തീരുമാനിച്ചു അതിനൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് അയച്ച് ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അത് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ കോപ്പി എടുത്ത് മുഴുവൻ അനൗൺസ്മെന്റ് വാഹനങ്ങളിലേക്കും കൊടുത്ത് അതിലെല്ലാത്തിലും അതിട്ട് പ്ലേ ചെയ്യുന്നൊരു സാധനം ഞങ്ങളുടേതല്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ ഇനി കേരളത്തിലെ ജനങ്ങൾ അത്ര നിഷ്കളങ്കമായി കാണണം. വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സമാനമായ ഇൻസിഡൻസ് ഉണ്ടായിട്ട് അവസാനം കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്കെങ്കിലും അറിയാൻ അവസാനം പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അതിനെ തെറ്റുകാരായിട്ട് ചൂണ്ടിക്കാണിച്ചത് ആരെയാണ്? റിവേഷ് എന്ന് പറയുന്ന DYFI നേതാവിലല്ലേ അന്വേഷണം ചെന്ന് നിന്നത്? CPM എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഇതുവരെ എടുത്തിട്ടുണ്ടോ? അപ്പോൾ തെരഞ്ഞെടുപ്പിന് ഈ കളർ കൊടുക്കാൻ മറ്റ് പല സംസ്ഥാനങ്ങളിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP ഇത്തരത്തിലുള്ള ടെർമിനോളജി ഉപയോഗിക്കാറുണ്ട്. ഹിജാബ്, പിന്നെ അത്തരത്തിലുള്ള പദങ്ങൾ, ജിഹാദ്, അത്തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കാഫറും കൗമും ഒക്കെ CPMന്റെ തെരഞ്ഞെടുപ്പ് പദങ്ങളായി മാറുന്നത് ആ പാർട്ടി ഗൗരവത്തോടെ അതിന്റെ പ്രവർത്തകർ വിലയിരുത്തണം. അതാണോ അവരാഗ്രഹിക്കുന്ന CPM എന്ന് അതിന്റെ പ്രവർത്തകർ അതിന്റെ നേതൃത്വത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവണം. BJP പണമൊഴുക്കിയത് പാലക്കാട് നമ്മൾ കണ്ടു. പണമൊഴുക്കിയ BJP ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനെതിരെ നടത്തിയ ആക്രോശം നമ്മൾ കണ്ടതാണ്. ഇപ്പൊ മീഡിയ വണ്ണിന്റെ മാധ്യമ പ്രവർത്തകനെതിരെ നടത്തിയ ആക്രോശം നമ്മൾ കണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മറ്റെല്ലാ മാധ്യമങ്ങളും പറഞ്ഞല്ലോ ആദ്യം നിങ്ങളാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആ BJP ലൈനിൽ കേരളത്തിലെ CPMും പ്രതികരിക്കുകയാണ്. വാർത്ത കൊടുത്ത ആളിൽ ഞാൻ പണം കൊടുത്ത ആളെ ന്യായീകരിക്കുകയും അത് വാർത്ത കൊടുത്ത ആളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന BJP ശൈലി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അത്തരം ഡിവിസീവായിട്ടുള്ള കാര്യങ്ങളെ പിന്നെ CPM ഉപയോഗിക്കുകയാണ്. ആ പ്രവണത കൂടിയുള്ള തിരിച്ചടി ആയിരിക്കും കേട്ടോ ഈ തെരഞ്ഞെടുപ്പ്. വടകരയിൽ ഇതിനു മുമ്പ് അവർ നടത്തിയൊരു പരീക്ഷണം അതെങ്ങനെ പാളിയെന്ന് അവർക്കറിയാം. പക്ഷെ അതിൽ നിന്ന് അവർ പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.